الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل الأعمال كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളായി തീരുവാൻ വേണ്ടിയാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത്. അതിനുവേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യവർഗങ്ങളെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ എല്ലാ നബിമാരെയും അയച്ചത് ഈ മഹത്തായ യാഥാർത്ഥ്യം അത് പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടിയാണ്. അല്ലാഹുവിന്റെ കിതാബുകൾ മുഴുവനും അല്ലാഹു ഇറക്കിയത് ഈ മഹത്തായ ആദർശം അത് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. അല്ലാഹു പറഞ്ഞു, ഇല്ലാ ലിയഅ്ബുദൂൻ. ഇല്ലാ ലിയഅ്ബുദൂൻ എന്നതിനെ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വിശദീകരിച്ചു, ഇല്ലാ ലിയുവഹിദൂൻ. അല്ലാഹുവിനെ ഏകനാക്കാൻ വേണ്ടിയല്ലാതെ. അഥവാ സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അതാണ് യഥാർത്ഥ അഖീദ, യഥാർത്ഥ വിശ്വാസം. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഈ മഹത്തായ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നത് അല്ലാഹുവിന്റെ വലിയ തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചാലല്ലാതെ ഈ ശരിയായ വിശ്വാസത്തിൽ ജീവിച്ചു മരിക്കുവാൻ നമുക്കൊരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരായ അല്ലാഹുവിന് പ്രിയപ്പെട്ട പ്രിയങ്കരരായ മഹാന്മാരായ നബിമാരുടെ അടുത്ത കുടുംബക്കാർക്ക് പോലും ഈ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന, മരണസമയത്ത് പോലും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോലും സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിക്കാതെയാണ് അബൂ താലിബ് മരണപ്പെട്ടു പോയത്. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെ കുറിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിയായ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ സാധിക്കുക എന്നത്, ആ വിശ്വാസത്തിലായി മരണപ്പെടാൻ സാധിക്കുക എന്നത് റബ്ബിന്റെ വലിയ തൗഫീഖാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ എന്ന ഈ ആയത്തിൽ പറഞ്ഞ കാര്യം നമുക്ക് കാണാം. ആരാണോ ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്, ശേഷം അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച് ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്യുന്നത്, അവർക്ക് മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ അവരിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, മറിച്ച് വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചു കൊള്ളുക എന്നിങ്ങനെയുള്ള വളരെ മഹത്തരമായ വാക്കുകളാണ് യഥാർത്ഥ വിശ്വാസത്തിലായിക്കൊണ്ട് ഒരാൾ മരിക്കുന്ന സന്ദർഭത്തിൽ കേൾക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആമുഖമായി ഇത് സൂചിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ഈ ആദർശം, ഈ അഖീദ, ഈ വിശ്വാസം, അത് നമ്മുടെ എന്തെങ്കിലും മഹിമ കൊണ്ട് ലഭിച്ചതല്ല, നമ്മുടെ എന്തെങ്കിലും പ്രത്യേകതകൾ കണ്ടുകൊണ്ട് നമുക്ക് കിട്ടിയതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ്, അതിമഹത്തായ തൗഫീഖാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അമൂല്യമായ ഒരു നിധിയാണ് ഈ പറഞ്ഞ ആദർശം. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ ഏതൊരു ചെറിയ കാര്യവും, ഏതൊരു അമൂല്യമായ കാര്യവും വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നഷ്ടപ്പെടാതെ, പൊളിഞ്ഞു പോവാതെ, തകർന്നു പോവാതെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ശരിയായ വിശ്വാസം എന്നത്, അഖീദ എന്നത്, നമ്മുടെ ദീൻ എന്നത്, അതാണ് മറ്റുള്ള എല്ലാറ്റിനേക്കാളും നമ്മൾ സംരക്ഷിക്കേണ്ടത്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ട് നമ്മൾ ജാഗ്രത കൈക്കൊള്ളണം. മഹാന്മാരായ ഉലമാക്കൾ ധാരാളക്കണക്കിന് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ. എങ്ങനെയാണ് ഒരാൾ ശരിയായ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നത്, എന്താണ് അതിന്റെ കാരണങ്ങൾ? അത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അഖീദയിൽ നിന്നും തെറ്റിപ്പോവുക, വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോവുക എന്നത് സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം അപകടകരമാണ്, അങ്ങേയറ്റം നഷ്ടമാണ്. പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടാനുള്ള കാരണമാണത്. മാത്രമല്ല ശാശ്വതമായ നഷ്ടമാണ് അതുകൊണ്ട് ലഭിക്കുക. ചെറിയ നഷ്ടങ്ങളല്ല, ഭൗതികമായ ദുനിയാവിലെ എന്തെങ്കിലും നഷ്ടപ്പെടുന്നത് പോലെയല്ല, മറിച്ച് പരലോകത്ത് എന്നേക്കുമായി ശാശ്വതമായ നഷ്ടമാണ് ശരിയായ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയാൽ ഒരാൾക്കുണ്ടാവുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശരിയായ വിശ്വാസത്തിൽ നിന്നും ശരിയായ ആദർശത്തിൽ നിന്നും തെറ്റിപ്പോവാനുള്ള ഒന്നാമത്തെ കാരണം അൽ ജഹ്ലു ബിൽ അഖീദത്തി സഹീഹ. ശരിയായ വിശ്വാസം, യഥാർത്ഥ ആദർശം, അതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഒന്നാമത്തെ കാരണം. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനമാണ് തൗഹീദ് എന്നത്. ഈ മഹത്തായ വിജ്ഞാനത്തെക്കുറിച്ച് ഒരാൾക്ക് അജ്ഞതയുണ്ടായാൽ, അതിനെക്കുറിച്ച് പഠിക്കാതിരുന്നാൽ ക്രമേണ ഈ ആദർശത്തിൽ നിന്നും തെറ്റിപ്പോവാൻ അത് കാരണമായി തീരും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ തുൻഖലു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ജാഹിലിയത്ത് എന്താണ് എന്ന് അറിയാത്ത ഒരാൾ ഇസ്ലാമിൽ വളർന്നു വന്നാൽ
ഇസ്ലാമിന്റെ ഈ ദീനിന്റെ കെട്ടുകൾ ഓരോന്നോരോന്നായി അയാളിൽ നിന്നും അഴിഞ്ഞഴിഞ്ഞു പോകും. എന്ന് പറഞ്ഞാൽ ഈ ആദർശത്തെക്കുറിച്ച്, തൗഹീദ് എന്താണെന്ന്, ശിർക്കിന്റെ അപകടം എന്താണെന്ന് പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ്. അത് പഠിക്കാതിരുന്നാൽ, വിജ്ഞാനം നുകരാതിരുന്നാൽ ക്രമേണ അതിൽ നിന്ന് തെന്നിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പഠിക്കുക എന്നതാണ്. ഏറ്റവും അഷ്റഫായ ശ്രേഷ്ഠമായ ഇൽമ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കലാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ സൃഷ്ടിച്ചത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്, അവന്റെ യഥാർത്ഥ അടിമകളായി തീരുവാൻ വേണ്ടിയാണ്. ആ റബ്ബിനെ കുറിച്ച്, റബ്ബിന്റെ ദീനിനെ കുറിച്ച്, അള്ളാഹു അയച്ച റസൂലിനെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ നിന്ന് എപ്പോഴൊക്കെ അജ്ഞതയിലായി പോകുന്നോ, എപ്പോഴൊക്കെ ആ പഠനം നിന്നുപോകുന്നോ, അപ്പോഴാണ് നമ്മെ അവ്യക്തതകൾ, പുകമറകൾ, ആശയക്കുഴപ്പങ്ങൾ പിടികൂടുക. അങ്ങനെ അജ്ഞതയിൽ ആണ്ടുപോയി അവസാനം ദീനിൽ നിന്ന് തെറിച്ചുപോകും, ശരിയായ വിശ്വാസത്തിൽ നിന്ന് തെറിച്ചുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഇന്ന് എത്ര എളുപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനി പഠനം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. പഴയ കാലങ്ങളിൽ നമ്മൾ പലപ്പോഴും ചരിത്രമായി വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. പഴയകാലത്തെ മുഹദ്ദിസുകൾ ഹദീസിന്റെ വിജ്ഞാനത്തിനു വേണ്ടി, ഒരു ഹദീസ് പഠിക്കുവാൻ വേണ്ടി, ഒരു ഹദീസ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരുപാട് നാൾ, കിലോമീറ്ററുകളോളം നടന്ന് പോയി അങ്ങനെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഇൽമു പഠിക്കാൻ, വിജ്ഞാനം നുകരാൻ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടവരായിരുന്നു മുൻഗാമികൾ. എന്നാൽ ഇന്ന് അൽഹംദുലില്ലാഹ് നമുക്ക് എളുപ്പമാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഇന്ന് ഒരു കാര്യം, ഒരു ഹദീസ് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പരിശുദ്ധ ഖുർആൻ, അതിലെ ഒരു ആയത്ത് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കൈകളിലാണ്, നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഇനി നമുക്കൊരു ദർസ് കേൾക്കണമെങ്കിൽ, ഒരു ക്ലാസ് കേൾക്കണമെങ്കിൽ, ദൂരെ നിന്ന് സംസാരിക്കുന്നത് നമുക്ക് ലൈവായി കേൾക്കാനുള്ള സാഹചര്യമുണ്ട്. അൽഹംദുലില്ലാഹ്, എത്ര എളുപ്പമാണ്. എന്നിട്ടും സഹോദരങ്ങളെ, പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര അപകടകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് മറുപടിയാണ് നമ്മൾ പറയുക? എന്താണ് നമുക്ക് പറയാനുള്ള മറുപടി? അല്ലാഹുവിന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ, ഇത്രയും എളുപ്പമുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് പോലും അല്ലാഹുവിന്റെ ദീനിൽ നിന്ന്, പ്രത്യേകിച്ച് റബ്ബിനെ കുറിച്ച്, ശരിയായ അഖീദയെ കുറിച്ച് കാര്യമായി പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, അറിയില്ല എന്ന് പറഞ്ഞാൽ, എന്താണ് അല്ലാഹുവിന്റെ മുന്നിൽ നമുക്ക് പറയാനുള്ള മറുപടി? നമ്മൾ എന്തെല്ലാം കേൾക്കുന്നു, എന്തെല്ലാം വായിക്കുന്നു. ഇന്ന് പരിശുദ്ധ ഖുർആൻ നേരം പുലർന്ന് ഈ സമയം വരെ നമ്മൾ എത്ര പാരായണം ചെയ്തു, എത്ര ആയത്തുകൾ പാരായണം ചെയ്തു, എത്ര പേജ് പാരായണം ചെയ്തു. എന്നാൽ നമ്മുടെ മൊബൈലുകൾ എത്ര സമയം നമ്മൾ ഉപയോഗിച്ചു എന്ന് നോക്കിയാൽ മണിക്കൂറുകളാണ്. എത്ര മെസ്സേജുകൾ നമ്മൾ വായിച്ചു, എത്ര മെസ്സേജുകൾ നമ്മൾ അയച്ചു, എത്ര ഫോൺ കോളുകൾ നമ്മൾ ചെയ്തു. സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറിച്ചുപോവാൻ സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കുക എന്നത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണത്. ഇസ്തിഖാമത്തോടുകൂടി, അഥവാ റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് യഥാർത്ഥ മുഅ്മിനായി മരിച്ചുപോവുക എന്ന് പറഞ്ഞാൽ, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കിട്ടുന്ന കറാമത്താണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന കാര്യമാണത് എന്നുവരെ ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കാൻ സാധിക്കണമെങ്കിൽ, അതിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാൻ
ഒന്നാമതായി സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നവരായിരിക്കണം. പഠനമെന്നത് കേവലം കേൾവിയല്ല. കേൾവിക്ക് പ്രതിഫലമുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷെ പഠനമെന്ന് പറഞ്ഞാൽ കേവലം കേട്ടു പോവലല്ല. മറിച്ച് ഒരു ദിവസം നേരം പുലർന്നാൽ രാവിലെ ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക പഠിക്കുവാൻ. കുറച്ച് സമയം ഒരായത്ത്, അതിന്റെ അർത്ഥം, അതിന്റെ വിശദീകരണം, അതുപോലെ ഒരു ഹദീസ്, ചെറിയ ചെറിയ ഹദീസുകൾ ധാരാളമുണ്ട്, അതിന്റെ വിശദീകരണം. ഇതെത്രയാണ് ക്ലാസുകൾ, ദർസുകൾ നമുക്കുള്ളത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. പഠിക്കാതെ ഒരു രക്ഷയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സഹാബത്തിന്റെ മാതൃകയും നമുക്ക് തന്നിട്ടുള്ളത്, നൽകിയിട്ടുള്ളത് അത് പഠിക്കുന്നവരായി, അത് ജീവിതത്തിൽ പകർത്തുന്നവരാവാൻ വേണ്ടിയാണ്. ഇൽമു പഠിക്കുക, അത് അമലാക്കുക, അത് പ്രാവർത്തികമാക്കുക എന്നതാണ് വിജയത്തിനുള്ള ഏക മാർഗം. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുക, ശരിയായ വിശ്വാസത്തെക്കുറിച്ച് അജ്ഞതയിലായി പോവാൻ പാടില്ല. മറിച്ച് പഠിക്കുന്നവരായിരിക്കണം, കേൾക്കുന്നവരായിരിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ശരിയായ ആദർശത്തിൽ നിന്നും തെറ്റിപ്പോകുന്നത്? التعصب لما عليه الآباء والأجداد. ഉപ്പമാർ, വാപ്പമാർ, കാക്ക കാരണവന്മാർ ചെയ്തതു മതി, അതുമാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഇനി നമുക്കൊന്നും കേൾക്കാനില്ല, ചിന്തിക്കാനില്ല എന്ന വാദം യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും നമ്മെ തെറ്റിച്ചു കളയും. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അല്ലാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കരുത്, വിളിച്ചു പ്രാർത്ഥിക്കരുത്, ജാറങ്ങളിൽ മഖ്ബറകളിൽ പോയി അവിടെ സുജൂദ് ചെയ്യരുത്, അവിടെ പോയി പ്രാർത്ഥിക്കരുത്, അവിടെയുള്ള ആളുകളുടെ പേരിൽ നേർച്ച അർപ്പിക്കരുത്, ബലി സമർപ്പിക്കരുത് എന്നെല്ലാം പറഞ്ഞാൽ പല ആളുകളും പറയാറുള്ളത്, നമ്മൾ പണ്ടേ കണ്ടത് ഇങ്ങനെയാണ്, നമ്മുടെ ഉപ്പമാർ, കാക്ക കാരണവന്മാർ, നമ്മൾ ജനിച്ചു വരുമ്പോഴേ നമ്മളിങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ അതാണ് നമുക്ക് വേണ്ടത്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കുകയില്ല. അതിന്റെ അപ്പുറത്തേക്ക് അവർ അറിയാത്തത്, അവർ കേട്ടിട്ടില്ലാത്തത് പറഞ്ഞാൽ അതിന്റെ ശത്രുക്കളായി അവർ മാറും. അറബിയിൽ ഒരു ചൊല്ലുള്ളത് പോലെ, അന്നാസു അഅദാഉ മാ ജഹിലു, ജനങ്ങൾ അജ്ഞതയിലായ ജനങ്ങൾ അവർക്ക് അറിയാത്തതിന്റെ ശത്രുക്കളായി മാറും. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല എന്നത് അതില്ല എന്നതിനുള്ള തെളിവല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയതിലേക്ക് നിങ്ങൾ വരൂ, അത് നിങ്ങൾ പിൻപറ്റൂ എന്നവരോട് പറയപ്പെട്ടാൽ, ഖാലു, അവർ പറയും, അവരുടെ മറുപടി എന്തായിരിക്കും? ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കൾ, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ, അവര് നമ്മൾ എങ്ങനെയാണോ കണ്ടുമുട്ടിയത്, അവരെന്തിലായിരുന്നോ അത് മാത്രമേ നമ്മൾ പിൻപറ്റുകയുള്ളൂ. അതുപോലെ അല്ലാഹു പറഞ്ഞു, വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, അല്ലാഹു ഇറക്കിയതിലേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലേക്കും നിങ്ങൾ വരൂ എന്നവരോട് പറയപ്പെട്ടാൽ, ഖാലു, അവർ പറയും, ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, നമ്മുടെ പൂർവ്വപിതാക്കളെ, ഉപ്പമാരെ നമ്മൾ എങ്ങനെയാണോ കണ്ടുമുട്ടിയത്, അവരെന്തിലായിരുന്നോ നമുക്കത് മതി, നമ്മൾ അവിടെ നിർത്തുകയാണ്. ഈ ആയത്തുകളിൽ അല്ലാഹു തആല അതിന് ശേഷം ചോദിച്ച ചോദ്യമുണ്ട്. അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പൂർവ്വപിതാക്കൾ, അവരീ പറയുന്ന ഉപ്പമാർ, അവർക്ക് അറിവില്ലാത്തവരാണെങ്കിലും, അവർ സന്മാർഗത്തിലായിട്ടില്ല, സന്മാർഗികളല്ല എങ്കിലും
അവർക്കത് മതി എന്നാണോ അവർ പറയുന്നത്? അതുപോലെ അല്ലാഹു ചോദിക്കുകയാണ്, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവരുടെ പൂർവ്വപിതാക്കൾ, ഉപ്പമാർ, അവരൊന്നും അറിവില്ലാത്ത, വിവരമില്ലാത്ത ആളുകളാണ്, ഹിദായത്തിൽ, സന്മാർഗത്തിൽ എത്തിപ്പെടാത്ത ആളുകളാണ് എങ്കിലും അത് മതി എന്നാണോ അവർ പറയുന്നത്? ഇപ്പൊ സഹോദരങ്ങളെ, രണ്ടാമത് പറഞ്ഞ ഈ കാര്യം വളരെ അപകടകരമായ കാര്യമാണ്. ഏതു വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അത് ശിർക്കിന്റെ, ബിദ്അത്തിന്റെ ആളുകളായാലും ശരി, അല്ലാത്തവരായാലും ശരി. നമ്മൾ പണ്ടേ കേട്ടത് മാത്രമേ, നമ്മൾ പണ്ടും പറഞ്ഞത് മാത്രമേ, അതിന്റെ അപ്പുറത്തേക്കൊരു ചിന്തയില്ല, നമുക്കത് മതി, ബാക്കിയുള്ളതെല്ലാം പുതിയതാണ്, പുത്തനാചാരമാണ്, പുതിയ കാര്യങ്ങളാണ് എന്നിങ്ങനെയുള്ള വാക്കുകൾ നമ്മെ ശരിയായ ദീനിൽ നിന്നും തെറ്റിച്ചു കളയും, യഥാർത്ഥ അഖീദയിൽ നിന്നും തെറ്റിച്ചു കളയും. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു തആല വിശദീകരിക്കവേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിനോടും ആ നാട്ടുകാരോടും നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹത്തെ, ബിംബത്തെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ കേൾക്കുകയില്ല, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? ഖാലു, അവർ പറഞ്ഞു, ബൽ വജദ്ന ആബാഅന കദാലിക യഫ്അലൂൻ. നമ്മുടെ ഉപ്പാപ്പമാരെ, ഉപ്പമാരെ, കാരണവന്മാരെ നമ്മൾ ഇങ്ങനെയാണ് കണ്ടത്, നമ്മൾ ഈ രൂപത്തിലാണ് കണ്ടത്, അതുകൊണ്ട് നമ്മളും അത് തന്നെ ചെയ്യുന്നു എന്നതാണ് അവരുടെ മറുപടി. ഇത് സഹോദരങ്ങളെ വളരെ അപകടകരമായ, ഗൗരവപ്പെട്ട കാര്യമാണ്. മറിച്ച് പൂർവ്വപിതാക്കളുടെ പേരിൽ അഭിമാനം കൊള്ളാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അഭിമാനം കൊണ്ടതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവ് യഅഖൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പിതാവ്, അങ്ങനെ പിതാക്കന്മാരെ എടുത്തു പറഞ്ഞു. കാരണം അവർ നബിമാരായിരുന്നു, അവർ തൗഹീദിന്റെ ആളുകളായിരുന്നു, റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളായിരുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ടവരായിരുന്നു, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവരായിരുന്നു. അങ്ങനെയുള്ള നല്ല പാരമ്പര്യത്തെ എടുത്തു പറയാം. പക്ഷെ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്, ഒരു ദീനുമായി ബന്ധമില്ലാത്ത, തൗഹീദിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആളുകളെ മാതൃകായോഗ്യരായി പറയുക എന്നതാണ്. അത് യഥാർത്ഥത്തിൽ തെറ്റിച്ചുകളയും, ശരിയായ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാനുള്ള കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അത്തഖ്ലീദുൽ അഅ്മാ, അന്ധമായ തഖ്ലീദ്, അനുകരണം. അന്ധമായ അനുകരണം എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും എന്തു കേട്ടാലും അത് പിൻപറ്റുക, തെളിവുകൾ നോക്കാതെ, അള്ളാഹുവിന്റെ കിതാബിലുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ടോ എന്നൊന്നും പരിശോധിക്കാതെ ആരെന്തു പറഞ്ഞാലും അതിന്റെ പിന്നാലെ പോവുക, അതിനെ കണ്ണടച്ച് വിശ്വസിക്കുക എന്നത് യഥാർത്ഥ ദീനിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നമ്മെ തെറ്റിച്ചു കളയും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴികേടിന്റെ നേതാക്കന്മാരെ കുറിച്ച് താക്കീത് നൽകിയത്. അവിടുന്ന് പറഞ്ഞു, വഇന്നമാ അഖാഫു അലാ ഉമ്മതി അൽ അഇമ്മത്തൽ മുദില്ലീൻ. എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ വഴികേടിന്റെ നേതാക്കന്മാരെ മാത്രമാണ് ഞാൻ ഭയപ്പെടുന്നത്. വഴികേടിന്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന, ശരിയായ മാർഗത്തിൽ നിന്നും തെറ്റിച്ചു കളയും. നേതാക്കന്മാരുടെ പ്രത്യേകത എന്താണ്? നേതാക്കന്മാരെ അനുയായികൾ പിൻപറ്റും, അവരെന്തു പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ വലാലത്തിന്റെ നേതാക്കന്മാർ, അത് പണ്ഡിത വേഷധാരികളാവട്ടെ, അതല്ലെങ്കിൽ മോശമായ ഭരണാധികാരികളാവട്ടെ, അവരെ കണ്ണും പൂട്ടി കണ്ണടച്ച് ഒന്നും ചിന്തിക്കാതെ ഒന്നും കേൾക്കാതെ അങ്ങനെ പിന്തുടരുക എന്നത് നമ്മെ യഥാർത്ഥ പാതയിൽ നിന്നും തെറ്റിച്ചു കളയും. അങ്ങനെ കണ്ണടച്ച് അന്ധമായ അനുകരണം ചെയ്ത ആളുകൾ പരലോകത്തെത്തുമ്പോൾ അല്ലാഹു
സുബ്ഹാനഹു വ തആല അത്തരക്കാരെ കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാം. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന അർ-റസൂല. നരകത്തിൽ മുഖം കുത്തി അവർ വീഴും. നരകത്തിൽ അവരെ മുഖം കുത്തിയവരായി കൊണ്ട് വലിച്ചിഴക്കപ്പെടും. ആ സന്ദർഭത്തിൽ അവർ പറയും, ഞങ്ങളുടെ നാശമേ, അതഅന അല്ലാഹ വ അതഅന അർ-റസൂല, ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ. വഖാലു, അവർ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ അതഅന സാദതന വ കുബറാഅന. നിങ്ങൾ അവർ പറയുന്ന വാക്ക്, അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളിലെ വലിയ വലിയ ആളുകളെ അനുസരിച്ചു പോയി റബ്ബേ. ഫഅളല്ലൂന സബീല, അവർ നമ്മെ വഴിപിഴപ്പിച്ചു കളഞ്ഞു, നമ്മെ യഥാർത്ഥ മാർഗത്തിൽ നിന്നും തെറ്റിച്ചു കളഞ്ഞു. അവർ യഥാർത്ഥ പാതയിൽ നിന്നും തെറ്റിച്ചു കളഞ്ഞു. എന്നിട്ട് ഈ ആളുകൾ, നരകത്തിൽ വീണ ആളുകൾ പറയുകയാണ്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആതിഹിം ദിഅഫൈനി മിനൽ അദാബ്, ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണേ. അഥവാ ദുനിയാവിൽ കണ്ണടച്ച് വിശ്വസിച്ച ഏതൊരു നേതാക്കന്മാരുണ്ടോ അവർക്കെതിരിൽ അനുയായികൾ അള്ളാഹുവിനോട് സാക്ഷ്യം പറയുകയാണ്. അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബേ, നീ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണേ. വൽഅൻഹും ലഅനൻ കബീറ, അവരെ നീ വലിയ ശാപം ശപിക്കണേ. നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, തൗഹീദിൽ നിന്ന് തെറ്റിക്കുന്ന, ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന പണ്ഡിത പുരോഹിതന്മാരെ, വേഷധാരികളെ സാധുക്കളായ ജനങ്ങൾ എത്രയാണ് ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. എന്തു പറഞ്ഞാലും അതുപോലെ വിശ്വസിക്കും. എന്തു പറഞ്ഞാലും നമ്മൾ ഉസ്താദ് നമ്മളെ പറ്റിക്കോ എന്നാണ് ചോദ്യം. എത്രത്തോളം അടുത്ത കാലത്ത് അള്ളാഹുവാണ്, പടച്ചോനാണ് എന്ന് ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതിന്റെ പിന്നാലെ വരെ കൂടാൻ ആളുകളുണ്ട്. അതിനെ ന്യായീകരിക്കാനും ആ വ്യക്തിയെക്കുറിച്ച് അള്ളാഹുവിനെ പോലെ അള്ളാഹുവാണ് എന്ന് പറയാനും മടിയില്ലാത്ത ഈ ആളുകളും അവരുടെ പിൻഗാമികളും, അതുപോലെ തൗഹീദിനെതിരായ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുന്ന അതിന്റെ നേതാക്കന്മാരായ ആളുകൾ, അവർക്കെതിരിൽ സാധുക്കളായ അണികൾ, അവരെ കണ്ണടച്ച് വിശ്വസിച്ച ആളുകൾ നാളെ റബ്ബിനോട് പറയുമെന്നാണ്. എന്താണ് ഈ പറയുന്ന വാക്ക്? നിങ്ങൾ നോക്കൂ. അല്ലാഹുവേ, ഞങ്ങളെ ഈ ആളുകൾ വഴിതെറ്റിച്ചു കളഞ്ഞു, ഞങ്ങൾ അവരെ അനുസരിച്ചു പോയി ദുനിയാവിൽ, അതുകൊണ്ട് നീ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണേ എന്നാണ്. ദുനിയാവിൽ സമ്പത്തും എല്ലാം നൽകി ആദരിച്ച് ബഹുമാനിച്ച് അടുത്ത് കിട്ടിയാൽ കൈ ചുംബിക്കുകയും കാല് തൊട്ട് വന്ദിക്കുകയും ചെയ്ത ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളെ നാളെ റബ്ബിന്റെ മുന്നിൽ അവർക്കെതിരിൽ പറയുകയാണ്, അല്ലാഹുവേ, നീ അവരെ വലിയ ശാപം ശപിക്കണേ, അവർക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വലിയ അപകടകരമായ കാര്യമാണ്. അന്ധമായ അനുകരണം, അന്ധമായി കണ്ണും പൂട്ടി ഒന്നും ചിന്തിക്കാതെ ഇനി അങ്ങോട്ടൊന്നുമില്ല എന്ന നിലക്ക് ഇത്തരം ആളുകളെ, വഴികേടിന്റെ നേതാക്കന്മാരെ പിന്തുടരുക എന്നത് നമ്മെ യഥാർത്ഥ ദീനിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും തെറ്റിച്ചു കളയും. നാലാമത്തെ കാര്യം, അൽ ഗുലൂവു ഫിൽ ഔലിയാഇ വസ്സാലിഹീൻ, ഔലിയാക്കന്മാരുടെ, സാലിഹീങ്ങളുടെ വിഷയത്തിൽ പരിധി വിടുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. എന്താണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പ്രത്യേകത? അവർ പ്രത്യേകം ഞങ്ങൾ ഔലിയാക്കന്മാരാണ് എന്ന് പറയുന്നവരല്ല. ഔലിയ എന്നത് എന്തെങ്കിലും ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അല്ല, മറിച്ച് അല്ലാഹുവിലുള്ള വിശ്വാസവും തഖ്വയും കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു പദവിയാണ്. അതാണ് നമ്മൾ ആദ്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. വലിയ എന്ന് പറഞ്ഞാൽ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ
ഒരു പ്രത്യേകം ബിരുദമല്ല. മറിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹി വലാ ഹും യഹ്സനൂൻ. അറിയുക, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർക്ക് ഭയമില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പ്രത്യേകതയാണ്, ശ്രേഷ്ഠതയാണിത്. ഏത് അവസ്ഥകളിലും അല്ലാഹു തആല അവരെ സംരക്ഷിക്കും, സഹായിക്കും. അങ്ങനെ അല്ലാഹുവിന്റെ ആദരവ് ലഭിച്ച ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അല്ലദീന ആമനൂ, അവർ വിശ്വാസികളാണ്, ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട ആളുകളാണ്. അതുപോലെ തന്നെ അവർ തഖ്വ പാലിച്ചവരാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ വലിയകളാകാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, വലിയ എന്നത് ഒരു പ്രത്യേകം ഒരു കാര്യമല്ല, ചില ആളുകൾക്ക് മാത്രം അള്ളാഹു നൽകുന്ന ഒന്നല്ല. മറിച്ച് ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസവും നമ്മുടെ സൽക്കർമ്മങ്ങളും കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സംശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു പദവിയാണത്. അതുകൊണ്ട് തന്നെ അത് ആർക്കും നേടിയെടുക്കാം. ഈ ഔലിയാക്കന്മാരെ, ഇത്തരം പദവികളിൽ എത്തിയ ആളുകളെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ ഈ ഉമ്മത്തിലെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നല്ല നല്ല ആളുകൾ, നമുക്കവരെ പ്രതീക്ഷിക്കാം, നല്ല ആളുകളാണ് എന്ന പ്രതീക്ഷ നമുക്ക് വെക്കാം അവരുടെ കാര്യത്തിൽ. പുറമേക്ക് നന്മകൾ കാണുന്ന, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും അടയാളങ്ങളും 5 നേരത്തെ നിസ്കാരവും അതുപോലെയുള്ള ശറഇന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഒരാളെ പുറമേക്ക് കാണുമ്പോൾ നമുക്ക് ഖൈർ, നന്മ പ്രതീക്ഷിക്കാം. അതല്ലാതെ അവർ ഉറപ്പായും ഔലിയാക്കന്മാരാണ്, അതുകൊണ്ട് ഒരു നിലക്കും ആരും അവർക്കൊരു തെറ്റും പറ്റുകയില്ല, ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്നൊന്നും ഒരാളെക്കുറിച്ചും നമുക്ക് പറയാൻ പാടില്ല. അള്ളാഹുവും അവന്റെ റസൂലും അറിയിച്ച ആളുകളെക്കുറിച്ച് അല്ലാതെ. അതാണ് സഹാബികളെക്കുറിച്ച് പറഞ്ഞത്. കാരണം അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അവർ വലിയകളാണ്, ഔലിയാക്കന്മാരാണ്. ഈ ഔലിയാക്കന്മാരുടെ വിഷയത്തിൽ സഹോദരങ്ങളെ, പരിധി വിടുക എന്നത് ദീനിൽ നിന്നും നമ്മെ തെറ്റിച്ചു കളയും. അങ്ങനെ ഔലിയാക്കന്മാരുടെ വിഷയത്തിൽ പരിധി വിട്ട സമൂഹമാണ് ആദ്യമായി ലോകത്ത് ശിർക്ക് എന്ന ഏറ്റവും കടുത്ത തിന്മ കൊണ്ടുവന്നത്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അയക്കാനുള്ള കാരണം അതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും നൂഹ് നബിക്കും ഇടയിൽ 10 തലമുറകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. തഫ്സീറുകളിൽ നമുക്ക് കാണാം. ആ 10 തലമുറകളിലെ ഒരാളും തന്നെ ശിർക്ക് ചെയ്തിരുന്നില്ല, അഥവാ അള്ളാഹു അല്ലാത്ത ഒരാളെ ആരാധിക്കുക എന്ന ഒരു കാര്യം ചെയ്തിരുന്നില്ല. അവരെല്ലാവരും അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്നവരാണ്. ശിർക്ക് എന്ന തിന്മ അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് 5 പേർ അള്ളാഹു അതാ സൂറത്തു നൂഹിൽ അവരുടെ പേരുകൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ. ഈ 5 ആളുകൾ, അവരെക്കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, അഥവാ അദ്ദേഹം വരുന്ന ആ സമുദായത്തിൽ ജീവിച്ചിരുന്ന സാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണത്. ആ ആളുകളെ ഉപേക്ഷിക്കരുത് എന്ന് അവരിലെ പിഴച്ച നേതാക്കന്മാർ ജനങ്ങളെ ഉപദേശിച്ചതായി നമുക്ക് കാണാം. സൂറത്തു നൂഹിൽ 23-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം,
അവർ പറഞ്ഞു, അഥവാ നേതാക്കന്മാർ അനുയായികളോട് പറയുകയാണ്, വഖാലൂ ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, ഒഴിവാക്കരുത്. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ, വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത്. 5 പേർ. ഈ 5 പേരും സാലിഹീങ്ങളായിരുന്നു, ഔലിയാക്കന്മാരായിരുന്നു, നല്ല ആളുകളായിരുന്നു. അങ്ങനെ ആ നല്ല ആളുകൾ മരണപ്പെട്ടപ്പോൾ, അവർ മരിച്ചുപോയപ്പോൾ, അവരുടെ അനുയായികളായ ആളുകൾ അവരുടെ ഖബറിനരികിൽ വന്നു. എന്നിട്ട് അവിടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, ചിത്രങ്ങൾ വരച്ചു. ആ ഖബറിനരികിൽ വന്ന് അവരുടെ ഖബറിനരികിൽ വന്ന് ആരാധനകൾ നിർവഹിക്കുവാൻ തുടങ്ങി. അഥവാ ആ ഖബറിനരികിൽ മഹാന്മാരുടെ, ഈ ഉസ്താദുമാരുടെ, ഔലിയാക്കന്മാരുടെ അരികിൽ, അവരുടെ ഖബറിനരികിൽ വന്നാൽ ഇബാദത്ത് ചെയ്യാൻ ഒരു ഉന്മേഷം ലഭിക്കും എന്ന ന്യായത്തോടു കൂടിയാണ് അവർ ആദ്യം വന്നത്. അങ്ങനെ അവർ അവിടെ ചുറ്റിപ്പറ്റി കൂടി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ആ തലമുറ മരിച്ചുപോയി. അവരുടെ കാലം കഴിഞ്ഞു. അവരുടെ മക്കൾ വന്നു. അവരുടെ മക്കൾ വരുമ്പോഴേക്കും ഈ ഖബർ എന്നത് ഒരു ആരാധനയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. പക്ഷെ അവരാരും ഇവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, ഇവരെ ആരാധിച്ചിരുന്നില്ല, ഈ കഴിഞ്ഞുപോയ തലമുറകളിൽ ഒരാളും. പിന്നീട് വന്ന തലമുറകൾ ഈ കാഴ്ചകൾ കണ്ടപ്പോൾ അവർ എന്തിനാണ് ഉപ്പാപ്പമാർ ഇങ്ങനെ ചെയ്തത് എന്നത് മറന്നുപോയി, അവർക്കറിയാതെ പോയി. അവരെന്ത് ചെയ്തു? ഈ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചു, അവരോട് മഴക്ക് തേടാൻ തുടങ്ങി, അവരോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ലോകത്ത് ആദ്യമായി ശിർക്ക് ഉടലെടുക്കുന്നത്. എവിടുന്നാണ് തുടക്കം? ഔലിയാക്കന്മാരുടെ വിഷയത്തിൽ പരിധി വിട്ടുപോയതാണ്. അവരോടുള്ള ബഹുമാനവും ആദരവും അതിരുകവിഞ്ഞുപോയി. അവരുടെ ഖബറുകൾക്ക് ചുറ്റും ആ ആദരവ് പ്രകടിപ്പിച്ചപ്പോൾ അത് പിന്നീട് ആരാധനകളായി മാറുകയുണ്ടായി. ഈ ഒരു കാര്യം സഹോദരങ്ങളെ ശരിയായ വിശ്വാസത്തിൽ നിന്നും തെറ്റിച്ചു കളയും. നമ്മുടെ നാട്ടിൽ എത്ര ആളുകളുണ്ട് ഔലിയാക്കന്മാരെ നേർക്ക് നേരെ വിളിച്ചു പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ബദരീങ്ങൾ. ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സഹാബികൾക്കാണ് ബദരീകൾ എന്ന് പറയുക. അവർ പോലും ആപൽഘട്ടത്തിൽ ആ ബദറിന്റെ യുദ്ധഭൂമിയിൽ വെച്ച് അള്ളാഹുവിനോടാണ് ഇസ്തിഗാഥ ചെയ്തത്. അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. അള്ളാഹുവിനോട് അത്യാസന്ന ഘട്ടത്തിൽ ദുആ ചെയ്തു. സൂറത്തുൽ അൻഫാലിൽ നമുക്ക് കാണാം, ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാഥ ചെയ്ത സന്ദർഭം. ബദരീങ്ങൾ അവർക്ക് പ്രയാസമുണ്ടായപ്പോൾ അവർ അള്ളാഹുവിനോടാണ് ഇസ്തിഗാഥ ചെയ്തത്. ആ ബദരീങ്ങളെ, ആ മഹാന്മാരെ നമ്മുടെ നാട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം. ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ കാവൽ എന്ന് വിളിക്കും. എന്താണ് അതിന്റെ അർത്ഥം? ആരോടാണ് കാവലിനെ ചോദിക്കേണ്ടത്? ആരോടാണ് കാക്കണേ എന്ന് പറയേണ്ടത്? അള്ളാഹുവിനോടാണ്. അള്ളാഹുവാണ് നമ്മെ കാക്കാനും നമുക്ക് സംരക്ഷണം നൽകാനും കഴിവുള്ളവൻ. ആ റബ്ബിനെയാണ് കാല് തെറ്റി വീഴുമ്പോഴും ഏത് സമയത്തും, ചെരുപ്പിന്റെ വാർ പൊട്ടിയാൽ പോലും, വീട്ടിലെ ഉപ്പിന്റെ പാത്രത്തിൽ ഉപ്പില്ലാതായാൽ പോലും അള്ളാഹുവേ എന്ന വിളിയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ആ റബ്ബിനെ വിളിക്കുന്നതിന് പകരം ഒന്ന് വീഴാൻ പോയാൽ ബദരീങ്ങളെ കാവലെന്ന് പറയും. അതുപോലെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ, അദ്ദേഹം പഴയകാലത്ത് ജീവിച്ച ഒരു മഹാനായ പണ്ഡിതനായിരുന്നു. മുഹീദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, മുഹീദ്ദീൻ ശൈഖയെ കാക്കണേ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. 1000 തവണ അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയുന്ന വരികൾ, പാട്ടുകൾ നമുക്ക് കാണാം. അവരൊക്കെ മഹാന്മാരാണ്. ആ മഹാന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പരിധി വിട്ട ആരാധനയിലേക്ക് എത്തിപ്പെടുക
എന്നത് പാടില്ലാത്തതാണ്. ഇത് സഹോദരങ്ങളെ ഈ പരിശുദ്ധ ദീനിലേക്ക്, ഈ ആദർശത്തിലേക്ക് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ഷീഈ റാഫിദുകൾ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ, അദ്ദേഹം സഹാബിയാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം. പക്ഷെ ആ സ്നേഹവും ആദരവും പരിധി വിട്ടുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുകയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹുവാണ് എന്നുവരെ പറഞ്ഞവർ ചരിത്രത്തിലുണ്ട്. ഇന്നും അതിന്റെ അംശം നമുക്ക് കാണാം. അദ്ദേഹത്തെക്കുറിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്ത വിശ്വാസം. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇല്ലാത്ത എല്ലാ പിഴച്ച വിശ്വാസങ്ങളും ഈ ശിആക്കൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതിന്റെ മറ്റൊരു പതിപ്പാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഔലിയാക്കന്മാരെ അള്ളാഹു നിശ്ചയിച്ച പരിധിയിൽ അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. നേരത്തെ പറഞ്ഞില്ലേ, വലിയ ഔലിയ എന്നത് നമ്മുടെ ജീവിതം നന്നാക്കിയാൽ നമുക്കുമാകാം. ഒരു വലിയും ഞാൻ വലിയാണ് എന്ന് പറയുകയില്ല. ഒരു വലിയും ഞാൻ വലിയാണ്, എനിക്ക് പ്രത്യേകം കറാമത്തുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടിയിരിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഔലിയാക്കന്മാരോടുള്ള അതിരുവിട്ട പരിധിവിട്ട സമീപനം, അള്ളാഹു നിശ്ചയിച്ച പദവികൾക്കപ്പുറത്തേക്ക് അവരെ കൊണ്ടുപോവുക എന്നത് ശിർക്കിലേക്ക്, യഥാർത്ഥ ആദർശത്തിൽ നിന്ന് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്, തെറ്റിപ്പോകും എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതിനുള്ള കാരണമാണത്. അഞ്ചാമത്തെ കാര്യം, അൽ-ഗഫ്ലതു അൻ തദബ്ബുരി ആയാത്തില്ലാഹിൽ കൗനിയ്യ വ ആയാത്തില്ലാഹിൽ ഖുർആനിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികമായ പ്രപഞ്ചത്തിൽ അല്ലാഹു നിശ്ചയിച്ച ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അതുപോലെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ആലോചിക്കാതിരിക്കുക, പകരം ഭൗതികമായ ദുനിയാവിന്റെ പച്ചപ്പിലും പളവളപ്പിലുമായി അങ്ങനെ ജീവിച്ചു പോവുക എന്നത് ശരിയായ വിശ്വാസത്തിൽ നിന്നും അത് നമ്മെ തെറ്റിച്ചു കളയും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ കാണുന്ന ആകാശഭൂമികളും അതിൽ മാറി മാറി വരുന്ന രാപ്പകലുകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം വെറുതെ സൃഷ്ടിച്ചതല്ല. അതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഒരു കാഫിർ, ഒരു സത്യനിഷേധി ആകാശത്ത് നോക്കി നിൽക്കുന്നത് പോലെയല്ല ഒരു മുഅ്മിൻ നോക്കി നിൽക്കേണ്ടത്. ഒരു സത്യനിഷേധി രാപ്പകലുകൾ കാണുമ്പോൾ ചിന്തിക്കുന്ന, വിചാരിക്കുന്ന വിചാരമല്ല ഒരു മുഅ്മിൻ ചിന്തിക്കേണ്ടത്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ആയത്തുകളാണിത്. ഭൗതികമായ കാര്യങ്ങളിൽ അവലംബമർപ്പിച്ചുകൊണ്ട് അതിൽ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങനെ ജീവിച്ചു പോവാനുള്ളതല്ല. എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ കഴിവിലേക്ക് പരിമിതപ്പെടുത്തുക, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നത് നമ്മെ തെറ്റിച്ചു കളയും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഖാറൂനിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖാറൂനിനെ കുറിച്ച് പറഞ്ഞു, ഖാല, അവൻ പറഞ്ഞ വാക്യപ്രകാരമാണ്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എനിക്ക് കിട്ടിയ എന്തൊക്കെ സമ്പത്തുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതൊക്കെ എന്റെ അടുക്കലുള്ള വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയതാണ്. അഥവാ ഞാൻ എന്ന ഭാവമായിരുന്നു അവനുണ്ടായിരുന്നത്. അതുപോലെ അല്ലാഹു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, മനുഷ്യരുടെ വാക്യപ്രകാരമാണ്, ഹാദാലി, ഇതെന്റേതാണ്, ഇതെനിക്കുള്ളതാണ്. അതുപോലെ ഇന്നമാ ഊതീതുഹു അലാ ഇൽം, എന്റെ വിജ്ഞാനം, എന്റെ അറിവ്, എന്റെ കഴിവ്, അതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് എന്നിങ്ങനെയുള്ള ചിന്തയിൽ ജീവിച്ചു പോയാൽ സഹോദരങ്ങളെ, അത് നമ്മെ പിഴപ്പിക്കും, തെറ്റിച്ചു കളയും. മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് ചിന്തിക്കാൻ പറഞ്ഞു. ആകാശഭൂമികൾ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്, അതിലെ അത്ഭുതകരമായ കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞില്ലേ,
അവലം യൻദുറൂ ഫീ മലകൂതിസ് സമാവാതി വൽ അർദ് വമാ ഖലഖല്ലാഹു മിൻ ഷൈ. ആകാശഭൂമികളിലെ അല്ലാഹുവിന്റെ സർവാധികാരം, അതുപോലെ അല്ലാഹു അതിൽ സൃഷ്ടിച്ചു വച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് അവർ നോക്കുന്നില്ലേ? അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? അല്ലാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു ആകുന്നു ആകാശവും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവൻ. വഅൻസല മിനസ് സമാഇ മാഅ. ആകാശത്ത് നിന്ന് അല്ലാഹു അതാ സമൃദ്ധമായ മഴ, വെള്ളം അത് താഴേക്ക് ഇറക്കുന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ആ മഴ മുഖേന നിങ്ങൾക്കതാ അല്ലാഹു ഭൂമിയിൽ നിന്നും ഭക്ഷണം, സസ്യലതാദികൾ, ഫലവർഗ്ഗങ്ങൾ, കായ്കനികൾ പുറത്തേക്ക് മുളപ്പിച്ചു കൊണ്ടുവരുന്നു. വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രിയ ഫിൽ ബഹർ. അല്ലാഹു അതാ കടലിലൂടെ സഞ്ചരിക്കാൻ അവന്റെ കൽപ്പന പ്രകാരം കപ്പൽ നിശ്ചയിച്ചു തന്നിരിക്കുന്നു, സംവിധാനിച്ചു തന്നിരിക്കുന്നു. വസഖറ ലക്കുമുൽ അൻഹാർ. അല്ലാഹു അതാ നിങ്ങൾക്ക് അരുവികൾ സംവിധാനിച്ചു തന്നിരിക്കുന്നു, ഒരുക്കി തന്നിരിക്കുന്നു. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ജാഇബൈൻ. മാറി മാറി വരുന്ന സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു തആല നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ. രാപ്പകലുകൾ, രാവും പകലും രാത്രിയാവുന്നു, അത് പകലിലേക്ക് വരുന്നു, വീണ്ടും രാത്രിയാകുന്നു. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ചോദിച്ചതെല്ലാം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. വഇൻ തഉദ്ദു നിഅമതല്ലാഹ് ലാ തുഹ്സൂഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എങ്ങാനും നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. തീർച്ചയായും മനുഷ്യൻ ലലൂമാണ്, അവൻ അതിക്രമകാരിയാണ്. കഫാർ, നന്ദികെട്ടവനുമാണ്. അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ആയത്തുകൾ, അത് പ്രാപഞ്ചികമാകട്ടെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാവട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നത് അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ അത് നമ്മെ സഹായിക്കും. തെറ്റിപ്പോവാതിരിക്കാൻ നമുക്ക് അത് ഉപകരിക്കും. കാരണം റബ്ബിന്റെ അനുഗ്രഹങ്ങളാണിത്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണിത്. ആ ദൃഷ്ടാന്തങ്ങൾ തന്നെ നമുക്ക് അത്ഭുതകരമായി തോന്നുന്നുവെങ്കിൽ അത് സൃഷ്ടിച്ച സ്രഷ്ടാവ് അവനെത്ര വലിയവനാണ്, അവനെത്ര മഹത്വമുള്ളവനാണ് എന്നിങ്ങനെയുള്ള ചിന്ത, എന്നിങ്ങനെയുള്ള ഉറ്റാലോചിക്കൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരും. അതുകൊണ്ട് അഞ്ചാമത്തെ കാര്യം അതാണ്, നമ്മൾ ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ആകാശഭൂമികളിലേക്ക്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം, അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്ത് പോവുക എന്നതിന് പ്രതിഫലമുണ്ട്. 1-10 എന്ന നിലക്ക് പ്രതിഫലമുണ്ട്. പക്ഷെ അള്ളാഹു ആയത്തുകൾ അവതരിപ്പിച്ചത് ആ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുവാനും ഉറ്റാലോചിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമാണ് എന്ന് നമ്മൾ മറന്നുപോവാതിരിക്കുക. ആറാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ശുദ്ധ പ്രകൃതിയെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലുള്ള ജീവിത ശൈലികൾ, രീതികൾ നമ്മുടെ വീടുകളിൽ ഉണ്ടായാൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോകാനുള്ള കാരണമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്. അഥവാ ഒരു തെറ്റുമില്ലാതെ, ഒരു കളങ്കവുമില്ലാതെ
ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ് ജനിച്ചു വീഴുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരോടും അവർ തങ്ങളുടെ പിതാവിന്റെ മുതുകിലായിരിക്കെ അഥവാ ജനിക്കുന്നതിന് മുന്നേ അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിക്കുകയും എല്ലാവരും അതേ റബ്ബേ എന്ന് ഉത്തരം നൽകുകയും ചെയ്തവരാണ്. ആ ഒരു ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ് ഓരോരുത്തരും ജനിച്ചു വീഴുന്നത്. ഫഅബവാഹു, അങ്ങനെ ജനിച്ചു വീണതിന് ശേഷം ആ കുഞ്ഞിന്റെ അഥവാ ഓരോ കുട്ടിയുടെയും മാതാപിതാക്കൾ യുവഹ്വിദാനിഹി, ആ കുഞ്ഞിനെ യഹൂദനാക്കുന്നു. അഥവാ യഹൂദി ജൂതനായ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ ജൂതനായി അങ്ങനെ വളർത്തുന്നു. ഔ യുനസ്സിറാനിഹി, നസ്രാനിയാണെങ്കിൽ അങ്ങനെ ആ കുഞ്ഞിനെ നസ്രാനിയാക്കി വളർത്തുന്നു. ഔ യുമജ്ജിസാനിഹി, തീയിനെ ആരാധിക്കുന്ന മജൂസികളായ മാതാപിതാക്കളാണെങ്കിൽ ആ കുഞ്ഞിനെ അങ്ങനെ വളർത്തുന്നു. ഇത് സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ശുദ്ധ പ്രകൃതിയിൽ ജനിച്ചു വീഴുന്ന ഓരോരുത്തരെയും പിന്നീട് മാതാപിതാക്കളാണ് അവരുടെ ആദർശത്തിലേക്ക്, അവരുടെ രീതിയിലേക്ക് ആ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകൾ, പ്രത്യേകിച്ച് ഉപ്പമാരായ രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വീടുകൾ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുന്ന, അതിനനുസൃതമായ ജീവിതം നയിക്കുന്ന വീടുകളായിരിക്കണം. അപ്പോഴാണ് അത് കണ്ട് വളരുന്ന മക്കളും അത് പിന്തുടരുകയുള്ളൂ. അതല്ലാത്ത ദീനുമായി ബന്ധമില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ, 5 നേരത്തെ നിസ്കാരമില്ലാത്ത, യഥാർത്ഥ ശരിയായ സമയത്ത് നിസ്കരിക്കാത്ത, അങ്ങനെ ദീനിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ അവരെ കണ്ട് വളരുന്ന മക്കളും അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ യഥാർത്ഥ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ പിഴച്ചുപോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് തെന്നിപ്പോകുന്നത്, അങ്ങനെയാണ് പടിപടിയായി തെറ്റിപ്പോകുന്നത്. കാരണം തിന്മയിലേക്ക് അധപ്പതിക്കുക എന്നത് വളരെ എളുപ്പമാണ്. മനസ്സുകൾ പൊതുവെ തെറ്റിനോട്, തിന്മകളോട് ആഗ്രഹമുള്ളവരാണ്. അതിലേക്ക് സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ അത് വേഗത്തിൽ അത് സ്വീകരിക്കും. നന്നാക്കാനാണ്, ഹൃദയം നന്നാക്കാനാണ്, ജീവിതം നന്നാക്കാനാണ് ഒരൽപ്പം പണിപ്പെടേണ്ടത്. ഇഹലോകത്ത് ദുനിയാവിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ, അഥവാ ദീൻ പാലിച്ച് അങ്ങനെ ആ രൂപത്തിൽ അതിന് ക്ഷമിച്ചാൽ മാത്രമാണ് ആ ക്ഷമ എടുത്തു പറഞ്ഞുകൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ആനയിക്കുകയുള്ളൂ. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ, ഇബാദത്തുകൾ മുഴുകി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഒരുക്കണം. സഹോദരങ്ങളെ, പഴയ കാലത്ത് ഒരുപാട് തിന്മകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇതുപോലെ ഇത്ര സ്വകാര്യമായിരുന്നില്ല. വീട്ടിലൊരു ടെലിവിഷൻ ഉണ്ടെങ്കിൽ ഇതെല്ലാവരും കാണുന്ന സ്ഥലത്തായിരിക്കും. ഇന്നങ്ങനെയല്ല. ഇന്ന് ഓരോരുത്തരുടെയും സ്വകാര്യതകളിലേക്കാണ്. ആരോരും കാണാനില്ല, എന്നെ എന്റെ റബ്ബ് സദാസമയം നിരീക്ഷിക്കുന്നു എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. അതാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. അള്ളാഹു ചോദിച്ചില്ലേ, അലം യഅലം ബിഅന്ന അല്ലാഹ യറാ, അള്ളാഹു കാണുന്നു എന്ന് അവർക്കറിയില്ലേ? അവർ ആലോചിക്കുന്നില്ല, അവർ ചിന്തിക്കുന്നില്ലേ? ഏത് സമയത്തും ഒരാളുമില്ലെങ്കിലും ആരോരും കാണാനില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നുണ്ട്, അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, ഞാൻ അവന്റെ അടിമ മാത്രമാണ്. എന്റെ ജീവിതം അവസാനിച്ചാൽ നാളെ ആ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടവനാണ് ഞാൻ. അല്ലാഹു എന്നെ വിചാരണ ചെയ്യും, ഒന്നല്ലെങ്കിൽ സ്വർഗം അതല്ലെങ്കിൽ നരകം എന്നിങ്ങനെയുള്ള കാര്യം ചിന്തിക്കാനും ഓർമ്മിക്കാനും
അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, അതുണ്ടാക്കിയെടുക്കണം. അതല്ലാത്ത സാഹചര്യമാണെങ്കിൽ എല്ലാവരും തോന്നിയതുപോലെ, എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ രാവിലെ എഴുന്നേറ്റാൽ നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ സഹോദരങ്ങളെ പടിപടിയായി തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ കാര്യം, ആറാമത് പറഞ്ഞ കാര്യം ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഏഴാമത്തെ കാര്യം, നമ്മുടെ പഠനം, വിദ്യാഭ്യാസം. ഒരു രക്ഷിതാവ്, ഒരു മാതാവ്, ഒരു പിതാവ് മക്കൾക്ക് നൽകുന്ന വലിയ കാര്യമാണ് അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. ആത്യന്തികമായി അവരെ എന്താണ് പഠിപ്പിക്കേണ്ടത്? നമ്മുടെ നല്ലവരായ മുൻഗാമികൾ വിശ്വാസം പഠിപ്പിക്കും, അതുപോലെ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കും, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. അഥവാ ദീനീ പഠനത്തിന് പ്രാധാന്യം നൽകുക എന്നതാണ് മറ്റൊരു കാര്യം. ദീനീ പഠനത്തിന് പ്രാധാന്യം നൽകാതെ കേവലം ഭൗതികം മാത്രം നൽകുക, അത് മാത്രം പഠിക്കുക എന്നത് ഈ ശരിയായ വിശ്വാസത്തിൽ നിന്ന് തെറിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. കാരണമാണത്. വിദ്യാഭ്യാസം എന്നത് അതിന്റെ തോതിൽ നൽകണം, ശരിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന സുദീർഘമായ ഒരു പ്രാർത്ഥനയിൽ നമുക്കിപ്രകാരം കാണാം: വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുവേ, ദുനിയാവ്, ഇഹലോകം എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാക്കി തീർക്കരുതേ. ദുനിയാവ്, ഭൗതിക കാര്യം, കച്ചവടം, ബിസിനസ് എന്നിങ്ങനെയുള്ള ആ ദുനിയാവിൽ മുഖം കുത്തിയവരാക്കല്ലേ എന്നാണ് അവിടുത്തെ പ്രാർത്ഥന. വലാ മബ്ലഗ ഇൽമിനാ, നമ്മുടെ വിജ്ഞാനത്തിന്റെ ആകത്തുക ദുനിയാവാക്കല്ലേ റബ്ബേ. പഠിച്ചത് മുഴുവനും ഭൗതിക പഠനം, ദുനിയാവ് മാത്രം നേടിയെടുത്ത ഒരാളാക്കരുത് റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര അത്ഭുതകരമാണെന്ന് നോക്കൂ നിങ്ങൾ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കാതെ മറ്റെന്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടും പിന്നെ നമ്മുടെ മക്കൾ നന്നാവുന്നില്ല, അവരെ പിടിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ദീനാണ്. അതല്ലെങ്കിൽ ഇന്ന് സുബ്ഹാനല്ലാഹ് ക്യാമ്പസുകളിലേക്ക് ഇസ്ലാമിന്റെ, മുസ്ലിമിന്റെ പേരുമായി കയറി ചെന്ന എത്ര മക്കളാണ് പിന്നീട് നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുള്ളത്? സഹോദരങ്ങൾ, എത്ര അപകടകരമാണ്! അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോവുക എന്നത് എത്ര അപകടകരമാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന വിജ്ഞാനം എന്നത് അള്ളാഹുവിന്റെ ദീനായിരിക്കാൻ, അത് കൂടുതലായി പഠിക്കാൻ ശ്രദ്ധിക്കുക, അതിന് പ്രാധാന്യം നൽകുക. ഇസ്ലാമിക വിശ്വാസവും അതുപോലെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവ ഗുണങ്ങളും മര്യാദകളും പഠിക്കുന്നവരാവുക, അത് പഠിപ്പിച്ചു കൊടുക്കുന്നവരാവുക എന്നതായിരിക്കണം. ഈ 7 കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറിച്ചു പോവാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണമാണ്. പിഴച്ചുപോയ ആളുകളെ പരിശോധിച്ചു നോക്കിയാൽ ഈ പറഞ്ഞതൊക്കെ നമുക്ക് അവിടെ കാണാം. അറിവില്ലായ്മ, പഠിക്കുകയില്ല, അജ്ഞത എന്നത് വലിയ കാര്യമാണ്, തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ കാരണവന്മാർ ചെയ്തതു മതി എന്ന ന്യായം ശിർക്കിലും ബിദ്അത്തുകളിലും തളച്ചിടാനുള്ള കാരണമായി മാറിയിട്ടുണ്ട്, നമുക്കത് കാണാം. അതുപോലെ അന്ധമായ അനുകരണം, ഒരാളും ആര് പറഞ്ഞാലും, ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ പോലും, ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാൽ പോലും സ്വീകരിക്കാത്ത, അതിനെ പുറങ്കാലുകൾ കൊണ്ട് ചവിട്ടി താഴ്ത്തുന്ന രൂപത്തിൽ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാം. അന്ധമായ അനുകരണം വളരെ അപകടകരമാണ്. അതുപോലെ തന്നെ ഔലിയാക്കന്മാരോടുള്ള അതിർവിട്ട സമീപനം,
അതുപോലെ അള്ളാഹുവിന്റെ ആയാത്തുകളെക്കുറിച്ചുള്ള അശ്രദ്ധ, അതുപോലെ തന്നെ വീടുകൾ ഇസ്ലാമികമാക്കാതിരുന്നാൽ, അതുപോലെ ഏഴാമതായി പറഞ്ഞത് നമ്മുടെ പഠന രീതി അത് ദീനിന് പ്രാധാന്യം നൽകുന്ന ഒരു അവസ്ഥയിലായിരിക്കണം. ഇനി സഹോദരങ്ങളെ, ഇത്രയും നേരം പറഞ്ഞത് മുഴുവനും രോഗങ്ങളാണ്, തെറ്റിപ്പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. രോഗം പറഞ്ഞാൽ അതിനുള്ള മരുന്ന് കൂടി പറയണം എന്നാണല്ലോ മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ മേൽപ്പറഞ്ഞ അപകടങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം അള്ളാഹുവിന്റെ കിതാബിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും സഹാബത്തിന്റെ മാർഗത്തിലേക്കും മടങ്ങുക എന്നുള്ളതാണ്. അഥവാ അത് പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക, അതിലേക്ക് കാര്യങ്ങൾ മടക്കുക. അതാണ് ഒന്നാമത്തെ രക്ഷയുടെ മാർഗം. ഖുർആനും സുന്നത്തും അത് ആദ്യമായി കേട്ട നമ്മുടെ മുൻഗാമികൾ, സഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവർ എങ്ങനെ അതിനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുക. രണ്ടാമത്തേത് ശരിയായ വിശ്വാസം, അത് പഠിക്കുന്നതിന് പ്രാധാന്യം നൽകുക. സലഫുകളുടെ, മുൻഗാമികളുടെ അഖീദ, വിശ്വാസം അത് പഠിക്കുക, അതിന് പ്രാധാന്യം നൽകുക, അത് പഠിപ്പിക്കുക എന്നതാണ്. കിട്ടിയതൊക്കെ വായിക്കുക, ആര് പറഞ്ഞാലും കേൾക്കാലോ എന്നല്ല. സലഫു സാലിഹുകൾ, നല്ലവരായ മുൻഗാമികൾ, അവരുടെ വിശ്വാസം, അവരുടെ കർമ്മം, അവരുടെ ആചാരം, അതായിരിക്കണം പഠിക്കേണ്ടത്. അതിന് പ്രാധാന്യം നൽകണം. മൂന്നാമത്തെ കാര്യം, സലഫുകളുടെ കിതാബുകൾ, മുൻഗാമികളുടെ അഥവാ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ കിതാബുകൾ അവലംബിക്കുക. അതല്ലാത്ത പിഴച്ചുപോയ സൂഫികളുടെ, അങ്ങനെയുള്ള ബിദ്അത്തുകാരുടെ കിതാബുകൾ, പുസ്തകങ്ങൾ അത് വായിക്കുകയോ അവലംബിക്കുകയോ ചെയ്യരുത്. ചില ആളുകൾ ചരിത്ര പുസ്തകം എന്ന് പറഞ്ഞ് കിട്ടിയതൊക്കെ വായിക്കും. ചരിത്രം എന്നത് എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വിശ്വസ്തരായ ആളുകൾ എഴുതിയത് മാത്രമേ വായിക്കാൻ പാടുള്ളൂ. എല്ലാം പോയി വായിക്കരുത്. സലഫുകൾ, മുൻഗാമികളുടെ അഖീദയിൽ അധിഷ്ഠിതമായ, അതിന്റെ പിൻബലമുള്ള അങ്ങനെയുള്ള കിതാബുകൾ വായിക്കണം. എല്ലാം പോയി വായിക്കരുത്. നാലാമത്തത് സഹോദരങ്ങളെ, സലഫുകളുടെ അഖീദയിലേക്ക്, വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന, അത് വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ദാഇമാർ, പ്രബോധകർ ഉമ്മത്തിൽ ഉണ്ടായിരിക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുക. അങ്ങനെയുള്ള പ്രബോധകരെ വളർത്തിയെടുക്കുക എന്നതാണ്. ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ബാധ്യതയുള്ളവരാണ്. ചെറിയ കുട്ടികളായതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഓരോരുത്തരും ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസമില്ല. എല്ലാവരും തൗഹീദുള്ളവരാണ്, സുന്നത്ത് പിൻപറ്റുന്നവരാണ്. നല്ല കാഴ്ചകൾ മാത്രമേ അൽഹംദുലില്ലാ നമ്മൾ കാണുന്നുള്ളൂ. ഇവിടുന്ന് പുറത്തേക്കൊരു ലോകമുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നാട്ടിലേക്ക് പോകുമ്പോൾ കാണും ഒരു ലോകമുണ്ട്. ഈ പറഞ്ഞ ഒരു മര്യാദകളും ഒരു ആദാബുകളും കാണാത്ത രൂപത്തിൽ, കണ്ണ് മേലോട്ട് പൊക്കി നടക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള തിന്മകളും അതുപോലെയുള്ള കാര്യങ്ങളും പുറത്തുണ്ട്. ആ ആളുകളെ, അവർക്ക് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അവരെ നന്നാക്കുന്ന ആളുകളായി മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അത് നമ്മളാദ്യം നന്നാവണം, നമ്മളാദ്യം പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, എന്നിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധകർ, ഈ പറഞ്ഞ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ഉണ്ടാവട്ടെ, അങ്ങനെ ഉണ്ടാവണം
എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച സമുദായമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിവിടുന്ന് പുറത്തിറങ്ങിയാൽ അവരെപ്പോഴും പോയി കൂടേണ്ടവരല്ല. നമ്മളിവിടെ 4 ആൾക്കാരുണ്ട്, 3 ആൾക്കാരും നമ്മളെ പോലെയല്ല. അപ്പൊ പിന്നെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ, ഞാനപ്പുറത്തേക്ക് പോവാ എന്നല്ല. ആ 3 പേർക്ക് നന്മ ഉപദേശിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെയുള്ള ദുആത്തുകൾ, പ്രബോധകർ ഉണ്ടാവണം. അത് നേരത്തെ നമ്മൾ കേട്ട 7 രോഗങ്ങൾക്കുള്ള മരുന്നാണ്. നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മകളെ എതിർക്കുന്ന, അങ്ങനെ പ്രബോധനം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുക എന്നത്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ശരിയായ വിശ്വാസം, അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന കാര്യങ്ങളും അതുപോലെ അതിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാനുള്ള പ്രതിവിധികളുമാണ് സൂചിപ്പിച്ചത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അനുഗ്രഹമായി നൽകിയ അല്ലാഹുവിന്റെ ഈ ദീൻ, ഈ ആദർശം, അത് മരണം വരെ മുറുകെ പിടിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയായി അല്ലാഹു അറിയിച്ചത്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുസീ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഹിദായത്ത് നൽകിയതിനു ശേഷം, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിനു ശേഷം പിന്നീട് തെറ്റിച്ചു കളയല്ലേ റബ്ബേ. മനോഹരമായ പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, നീ മുസ്ലിമായി എന്നെ നീ മരിപ്പിക്കണേ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. നിങ്ങൾ പ്രാർത്ഥിച്ചതൊക്കെ ആരാണ്? ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതൊക്കെ മഹാന്മാരാണ്. അല്ലാഹു തൃപ്തിപ്പെട്ട, ഇഷ്ടപ്പെട്ട ആളുകളാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ആളുകളാണ്. അല്ലാഹു നമ്മെ അറിയിച്ചത് നമുക്കതിൽ മാതൃകയുണ്ട്. അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുകയും അതിലായി മരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടവരാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അല്ലാഹുവിന്റെ ദീനിൽ ശരിയായ വിശ്വാസത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. والله تعالى أعلى وأعلم، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.